വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് മാസ്റ്റർ. ഇന്നത്തെ ടോപ്പിക് ഹാഡിനെ പറ്റിയുള്ള വേരിയസ് യൂസേജാണ്. അത് നമ്മൾ ഹാഡ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹാഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഹാഡ് ടു യൂസ് ചെയ്യുന്നുണ്ട്, ഹാഡ് ടു ബി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്നതാണ് ഹാഡ് മാത്രമായിട്ടുള്ളത്. അത് ഉണ്ടായിരുന്നുള്ള അർത്ഥത്തിൽ ഹി ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ അവനൊരു കാർ ഉണ്ടായിരുന്നു. പാസ്റ്റിൽ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹാഡ് എന്നുള്ളൊരു യൂസേജ് ഉണ്ട്. അത് പലർക്കും സംശയം ഉണ്ടാകുന്ന ഒരു യൂസേജാണ്. ഹാഡ് യൂസ് ചെയ്യുന്നത് ഈ ഹാഡ് എ കാർ എന്നുള്ളിടത്ത് തന്നെ നമ്മൾ പാസ്റ്റിലെ ഒരു ടൈം ഡ്യൂറേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2 വർഷം വരെ അവനൊരു കാർ ഉണ്ടായിരുന്നു, 2 വർഷം വരെ അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഹി ഹാഡ് എ കാർ. അവിടെയാണ് നമ്മൾ 2 ഹാഡ് അടുപ്പിച്ചടുപ്പിച്ച് യൂസ് ചെയ്തത്. ഹി ഹാഡ് എ കാർ. ഇനി ഹാഡിൻ്റെ വേറൊരു യൂസേജാണ് ഹാഡ് ടു ബി എന്ന് മാത്രമായിട്ട് നമ്മൾ പറയാമെന്നാണെങ്കിൽ അവിടെ ആയിരിക്കേണ്ടി വന്നു. പാസ്റ്റിൽ അവിടെ ആയിരിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു ബി ദെയർ ഫോർ 2 months അല്ലെങ്കിൽ ഹി ഹാഡ് ടു ബി ദെയർ ഫോർ 5 years. അങ്ങനെ പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഹാഡ് ടു ബി യൂസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ ഹാഡ് ടു ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ വെർബോ മറ്റൊന്നുമില്ല. അവിടെ സ്റ്റേറ്റ് ഓഫ് ദ സബ്ജക്റ്റാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ടു ബി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത യൂസേജാണ് ഈ ഹാഡ് തന്നെ അതിൻ്റെ കോമ്പിനേഷൻ ഓർത്തിരിക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞത് ഹാഡാണ്, പിന്നെ കഴിഞ്ഞിട്ട് ഹാഡാണ്, പിന്നെ കഴിഞ്ഞിട്ട് ഹാഡ് ടു ബി ആണ്. ഈ പലരും പറയും എനിക്കൊരുപാട് ജോലി ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് ജോലി ചെയ്യാനുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ഹി ഹാഡ് അല്ലെങ്കിൽ ഐ ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എനിക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ. അതേസമയത്ത് ഹി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരർത്ഥമാണ്. പലരും ഇതിനെ കൺഫ്യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ സംശയം ചോദിക്കുമ്പോൾ പലർക്കും അതുകൊണ്ട് വ്യക്തമാവുന്നില്ല. അപ്പോൾ ഹി ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ധാരാളം ജോലി ചെയ്യാനുണ്ടായിരുന്നു. ഹി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ധാരാളം ജോലി ചെയ്യേണ്ടി വന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ യൂസേജ് ഇതാണ്. ആദ്യം ഞാൻ ഹാഡെന്ന് പറഞ്ഞു. ഹി ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നു. അതിൻ്റെ നെഗറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹി ഡിഡിൻറ്റ് ഹാവ് എ കാർ, അവന് കാർ ഉണ്ടായിരുന്നില്ല. അടുത്തത് പറഞ്ഞത് ഹി ഹാഡ് എ കാർ ഫോർ 2 years. അവിടെ ശ്രദ്ധിക്കണം, അതായത് പാസ്റ്റിൽ ഒരു ഡ്യൂറേഷൻ വെച്ച് ഉടമസ്ഥത അവകാശത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് മാത്രമാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഹാഡ് ടു ബി ആയിരിക്കേണ്ടി വന്നു. ഹി ഹാഡ് ടു ബി ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ എ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അവന് ഹോസ്പിറ്റൽ ആയിരിക്കേണ്ടി വന്നു. ഇനി അതിൻ്റെ നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ ഹി ഡിഡിൻറ്റ് ഹാവ് ടു ബി ഇൻ ദ ഹോസ്പിറ്റൽ, അവന് ഹോസ്പിറ്റലിൽ ആയിരിക്കേണ്ടി വന്നില്ല എന്നുള്ള അർത്ഥം വരും. പിന്നെ നമ്മൾ പറഞ്ഞാണ് വർക്കിൻ്റെ കാര്യം. ഹി ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു, അവന് ധാരാളം ജോലി ചെയ്യാനുണ്ടായിരുന്നു. അതേ സമയത്ത് ഹി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ധാരാളം ജോലി ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. നിങ്ങൾക്ക് ഈ പല വിധത്തിലുള്ള ഹാഡിൻ്റെ യൂസേജ് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാഡിൻ്റെ മാത്രമായിട്ട്. അപ്പം അതും കൂടി ഒന്ന് നോക്കുക. അപ്പം ഹാഡിൻ്റെ ബേസിക് യൂസേജ് നമുക്ക് മനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളത്, പിന്നെ അതിനെ തുടർന്ന് അതായത് ബേസിക് ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ, ഗ്രാമർ നമ്മൾ അറിയാതെ തന്നെ ഈ വിധത്തിലേക്ക് അങ്ങനെ വളർന്നു പോവുകയാണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടുന്നതനുസരിച്ച് നമ്മൾ ആ സ്ട്രക്ചറൊക്കെ സ്വയമേ പഠിച്ചെടുക്കുകയും ചെയ്യും. പ്രൊവൈഡഡ് വി ഹാവ് ദ നെസസറി എൻവയോൺമെൻറ്റ്. നമുക്ക് എക്സ്പോഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കും. അതുപോലെ വായനയും ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ചൂസിങ് മൈ വീഡിയോ.